ഇനി അപ്പോൾ നമ്മൾ കിട്ടിയത് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ബൈ എക്സ് മൈനസ് എ പ്ലസ് ജി ഡാഷ് എക്സ് ബൈ ജി ഓഫ് എക്സ് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ എ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണ്, റിയൽ റൂട്ടാണ്. ഓക്കെ, ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഈ ഇക്വേഷനിൽ എക്സിന് എ മൈനസ് എപ്സിലോൺ ആൻഡ് എക്സ് ഈക്വൽ ടു എ പ്ലസ് എപ്സിലോൺ എന്ന ഇക്വേഷനിൽ കൊടുക്കാം. എക്സിന് എ മൈനസ് എപ്സിലോൺ, പിന്നെ എക്സിന് എ പ്ലസ് എപ്സിലോൺ എന്ന് നമ്മൾ ഈ 7th ഇക്വേഷനിൽ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? എഫ് ഡാഷ് ഓഫ് എ മൈനസ് എപ്സിലോൺ ബൈ എഫ് ഓഫ് എ മൈനസ് എപ്സിലോൺ ഈക്വൽ ടു, ഇവിടെ എക്സിനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എ മൈനസ് എപ്സിലോൺ എന്നാണ്. അപ്പോൾ ഒരു മൈനസ് വരും, മൈനസ് ആൽഫ ബൈ എപ്സിലോൺ പ്ലസ് ജി ഡാഷ് എ മൈനസ് എപ്സിലോൺ ബൈ ജി ഓഫ് എ മൈനസ് എപ്സിലോൺ. ഇതേപോലെ എ പ്ലസ് എപ്സിലോൺ കൊടുക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് എ പ്ലസ് എപ്സിലോൺ ബൈ എഫ് ഓഫ് എ പ്ലസ് എപ്സിലോൺ ഈക്വൽ ടു ആൽഫ ബൈ എപ്സിലോൺ പ്ലസ് ജി ഡാഷ് എ പ്ലസ് എപ്സിലോൺ ബൈ ജി ഓഫ് എ പ്ലസ് എപ്സിലോൺ എന്ന് പറയും. ഇവിടെ if epsilon is positive and small, very small, എന്ത് സംഭവിക്കും? The terms minus alpha by epsilon will be large negative, okay, and alpha by epsilon will be large positive, because here we take epsilon as positive and small. Okay, അങ്ങനെ വരുമ്പോൾ for small epsilon the quantities g dash by a minus epsilon by g of a minus epsilon and g dash of a plus epsilon by g of a plus epsilon are nearly equal to g dash a by g of a, because we take epsilon as small as possible for small positive value. Okay, so for small positive epsilon the quotient, നമ്മുടെ അടുത്ത് ഈ കോഷ്യൻ്റ് ഉണ്ടല്ലോ, എഫ് ഡാഷ് ബൈ എ മൈനസ് എപ്സിലോൺ ബൈ എഫ് ഓഫ് എ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് വിൽ ബി ലാർജ് നെഗറ്റീവ് ആൻഡ് ദിസ് കോഷ്യൻ്റ് വിൽ ബി എന്തായിരിക്കും? ലാർജ് പോസിറ്റീവ് ആയിരിക്കും. ബിക്കോസ് ദിസ് ഈസ് ലാർജ് പോസിറ്റീവ്, സോ ദിസ് ഈസ് ലാർജ് പോസിറ്റീവ്. ഇത് ലാർജ് നെഗറ്റീവ് ആണ്, സോ ദിസ് ടേം ഈസ് ഓൾസോ ലാർജ് നെഗറ്റീവ് ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ പഠിച്ചൊരു ലെമ്മ ഇത്രയേ ഉള്ളൂ. വെൻ എക്സ് ഇൻക്രീസസ് ആൻഡ് പാസസ് ത്രൂ എ റിയൽ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്, ദി കോഷ്യൻ്റ് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഓൺ ബിക്കമിങ് ഇൻഫിനിറ്റ് ചേഞ്ചസ് ഓഫ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ഓർ passes from minus infinity to positive infinity. So we have the lemma, that is when x increases and passes through a real root of f of x, here we take the root as a, then the quotient f dash x by f of x on becoming infinite changes of sign from negative to positive or passes from minus infinity to positive infinity.